Which are the basic accounting terms? Basic accounting terms ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് കംസ് ദ ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ. ദെൻ കംസ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വരയ്ക്കുന്ന ആ ഡ്രോയിങ്സ് അല്ല കേട്ടോ. നമ്മൾ ബാങ്കിൽ പോകുമ്പോൾ സാധാരണ ഡ്രോയിങ്സ് എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഡ്രോയിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? പിൻവലിക്കുക. നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നമ്മൾ വിഡ്രോ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡ്രോയിങ്സ്. ദെൻ കംസ് സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട് പേയബിൾ. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൺട്രി ക്രെഡിറ്റേഴ്സ്. അടുത്ത വാക്കാണ് സൺട്രി ഡെപ്റ്റേഴ്സ്. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ആരാണോ പൈസ തരാനുള്ളത് അവരെയാണ് സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന വാക്കാണ് പർച്ചേസ്. പിന്നെ വരുന്ന വാക്കാണ് സെയിൽസ്. സെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? നമുക്ക് ഒരു വരുമാനം, അതിനെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത് അല്ലെ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നു അല്ലെ? അപ്പം നമ്മൾ ഡോക്ടർക്ക് ഫീസ് കൊടുക്കും. അതെന്താണ്? അദ്ദേഹത്തിന്റെ വരുമാനമാണ് അല്ലെ? റവന്യൂ. അതാണ് സെയിൽസ്. പിന്നെന്താണ് വരുന്നത്? ഗുഡ്സ് വരുന്നുണ്ട്. പിന്നെന്താണ്? സ്റ്റോക്ക്. നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതാണ് സ്റ്റോക്ക്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ വരുന്ന വാക്കാണ് എന്ത്? പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഇൻകം 15,000 ഉണ്ടെന്ന് വെക്കുക. ഒരു മാസം 15,000. അതിൻ്റെ അകത്ത് നമ്മൾ എക്സ്പെൻസ് ചെയ്ത് നമ്മൾ ചെലവാക്കിയത് 12,000 ആണെങ്കിൽ ബാക്കി ബാലൻസ് എത്രയാണ്? ഒരു 3,000 ഉണ്ടാവും അല്ലെ? അതാണ് നമ്മുടെ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. പിന്നെന്താണ്? ഗെയിൻ. ഗെയിൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയി കിട്ടുന്ന ആ തുക, അതിനെയാണ് നമ്മൾ ഗെയിൻ എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടുന്ന തുക, അതാണ് നമ്മുടെ ഗെയിൻ. പിന്നെ വരുന്ന വാക്കാണ് ലോസ്. അത് നിങ്ങൾക്ക് അറിയാം. പിന്നെ വരുന്ന വാക്കാണ് എൻറ്റിറ്റി. എൻറ്റിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അതൊരു സ്ഥാപനമാണ്. അതിനൊരു ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉണ്ടാവും, ഒരു വ്യക്തിത്വം ഉണ്ടാവും. അതാണ് എൻറ്റിറ്റി. പിന്നെ വരുന്ന വാക്കാണ് വൗച്ചർ. വൗച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് ട്രാൻസാക്ഷൻ. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും പേയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു റെസീപ്റ്റ് കിട്ടും അല്ലെ? അതാണ് വൗച്ചർ. അത് ഇൻവോയ്സ് ആയിട്ടും വരാം. പിന്നെ വരുന്ന വാക്കാണ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഗുഡ്സ്. നെക്സ്റ്റ് ആയിട്ട് വരുന്ന വാക്കാണ് ഡിസ്കൗണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് അക്കൗണ്ടിങ് ടേംസ് ആയിട്ട് വരുന്നത്. ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, സൺട്രി ഡെപ്റ്റേഴ്സ്, പർച്ചേസ്, സെയിൽ, stock, entity, voucher, profit, gain, loss, discount. Thank you.